പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം ഇഡ്ഡലി കുട്ടു അടുപ്പത്ത് വെച്ചു. അതിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 സവാള, ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഒരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകം, നമുക്കതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടത്തിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഈ സവാള എല്ലാം ഒന്ന് വഴന്ന് കിട്ടണം. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല കിടിലൻ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നല്ലപോലെ ഉള്ളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.25 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല 1/2 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്, പൊടിച്ചത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ആ പൊടിയുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി ഈ തക്കാളിയുടെ വെള്ളം എല്ലാം ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയം നമ്മുടെ സവാള നമ്മൾ എടുത്ത് നോക്കാം, നല്ലപോലെ സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ചെറിയ സവാള എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാം അതുപോലെ നമുക്ക് തോലൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒരു 4ആയിട്ടൊന്ന് മുറിക്കാം. പക്ഷേ ഇത് 4 പീസായി പോകരുത്, അടിയറ്റം വരെ ഒന്ന് മുറിച്ച്, പക്ഷേ പീസായി പോകരുത് കേട്ടോ. അതനുസരിച്ച് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇതിനകത്ത് ഉപ്പ് ഒക്കെ പിടിക്കാൻ വേണ്ടി, ഉപ്പും എരിയും പുളിയും ഒക്കെ പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതുപോലെ 4ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നാൽ പീസായി പോകാൻ പാടില്ല. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഏത് പരുവായെന്ന് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ ആ തക്കാളിയുടെ എസൻസ് എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ വേണം നമുക്കിത് ശ്രദ്ധിച്ച് ചെയ്യാൻ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ അടിച്ചെടുത്തിട്ട് ആ തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയം. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം. തിളച്ചൊന്ന് നല്ലപോലെ വറ്റി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്നുകൂടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ സമയം നമ്മൾ
നമ്മൾ വേവിച്ച് വെച്ചിരുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റായത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനൊരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കത്തിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വാടി കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ചേർത്ത് വെക്കുമ്പോഴേ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്ന കേട്ടോ. മല്ലിയിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്നതാ നോക്കിയേ. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. കമൻറ്റൊക്കെ ഇടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.